നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങളുടെ പങ്കോടുകൂടി നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. PSC ഫോക്കസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 നേരത്തെ എടുത്തിരുന്നു. അതിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അല്ലാതെ അത് കണ്ടിട്ടുള്ളവർ എന്ത് ചെയ്യാം, നേരിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. അപ്പൊ ഇവിടെ ഇനി പറയാൻ പോകുന്നത് സാഹിത്യവും ദേശീയതയുമാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 8 ചോദ്യങ്ങൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഭാഗം, അതായത് ഈ പാർട്ട് 2-ൽ നിന്ന് വന്നിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? അത് നന്ദലാൽ ബോസിന്റെയാണ്. LDC എറണാകുളം കണ്ണൂർ 2017 വന്ന ചോദ്യമാണ് എന്ത്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് എന്നുള്ളത്. അതുപോലെ വന്നിട്ടുള്ള ചോദ്യമാണ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്ത ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചതാര്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. LDC കോഴിക്കോട് 2013 വന്ന ചോദ്യമാണിത്. ആനന്ദമഠം രചിച്ചതാര്? അത് LDC ട്രിവാൻഡ്രം 2013 വന്ന ചോദ്യമാണ്. സായേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലുള്ളതാണ്? LDC കൊല്ലം, തൃശൂർ, കാസർഗോഡ് 2017 വന്ന ചോദ്യമാണിത്. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? അത് നോവലാണ്. അതും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മോഹിനിയും രുക്മാംഗതനും പെയിന്റിംഗ് വരച്ചതാര്? രവിവർമ്മ. ഇതൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് എന്താണ്, കൃത്യമായി വർഷങ്ങളൊക്കെ പറയാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അതല്ലാതെ തന്നെ എന്താണ് പറയാൻ ധാരാളം ചോദ്യങ്ങളുണ്ട്. വരിക വരിക സഹിതരെ സഹന സമര സമയമായി ഈ പാട്ട് എന്താണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട്. അത് എഴുതിയതാര്? അംശി നാരായണപിള്ള. ഇതൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള പാഠഭാഗമാണ്. അപ്പോൾ എന്താണ്, വളരെ ശ്രദ്ധാപൂർവ്വം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇത് പഠിക്കുക. സാഹിത്യവും ദേശീയതയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? സാഹിത്യത്തിലൂടെ. സാഹിത്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? കവിതകൾ വരാം, നാടകം വരാം, കഥകൾ വരാം. അപ്പൊ അതിലൂടെ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്നു. അപ്പൊ അതിന് ധാരാളം കവികളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എന്താണ്, എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. അപ്പൊ ഇത് അതിലൂടെ എന്താണ്, ദുരിതങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് കുറെ പേർ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് കൂടുതൽ എന്താണ് ഡിസ്കസ് ചെയ്യാനില്ല. പരീക്ഷയ്ക്ക് വരുന്നതായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇനി ഇവിടെ ഇത് ശ്രദ്ധിക്കുക. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഭാരതമാത എന്ന സങ്കല്പം എവിടെ നിന്നാണ്? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം വന്നത്. ഈ ഭാരതമാത എന്ന ചിത്രം വെച്ചത് വേറെയാണ്, അത് നമുക്ക് താഴെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഭാരതമാത എന്ന സങ്കല്പമാണ്, അത് നാടകത്തിലൂടെയാണ് വന്നത്. ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ് ആ സങ്കല്പം കൊണ്ടുവന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കുക, സങ്കല്പമാണ്. അടുത്തെന്താണ്, ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പൊ ഇത് നല്ല ശ്രദ്ധയോടെ എല്ലാവർക്കും അറിയാനുള്ളതാണ് അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരുപാട് ചോദ്യം അവിടെ ഉണ്ട്. അപ്പൊ എന്താണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠമാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ഈ ഭാഗത്ത് നിന്ന് തന്നെ എത്ര ചോദ്യം വന്നിട്ടുള്ളതെന്ന് അറിയാമോ? 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആനന്ദമഠം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആനന്ദമഠം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അത് നോവലാണ്. ഈ ചോദ്യം വന്നിട്ടുള്ളതാണ്. ആനന്ദമഠം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? അത് നോവലാണ്. അതിലെ പ്രമേയം എന്താണ്? അതാണ് അടുത്ത ചോദ്യം. ആനന്ദമഠത്തിന്റെ പ്രമേയം എന്താണ്? അത് സന്യാസി കലാപമാണ്. ആനന്ദമഠം എന്ന കൃതിയിലെ പ്രമേയം എന്താണ്? അത് സന്യാസി കലാപമാണ്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? അത് ആനന്ദമഠത്തിൽ നിന്നാണ്. വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ആനന്ദമഠം എഴുതിയതാരാണ്?
ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 4ാമത്തെ ക്വസ്റ്റ്യനായി. ഇനി ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ആനന്ദമഠം രചിച്ച വർഷം എന്നാണ്? 1882 എന്ത് ആനന്ദമഠം എന്ന കൃതി രചിച്ചത്? 1882 ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിലെ ഇത്രയും ചോദ്യങ്ങൾ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ. അപ്പൊ നീൽ ദർപ്പൺ രചിച്ചതാര്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ രചിച്ചതാരാണ്? ദീനബന്ധു മിത്രയാണ്. അതിനകത്ത് എന്താണ് പ്രമേയം? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെയാണ്. അപ്പം നീലം കർഷകരുടെ പറ്റിയാണ് ഏതിൽ പറയുന്നത്? നീൽ ദർപ്പണിൽ പറയുന്നത്. നീലം, നീൽ, ഇത് വെച്ച് ലിങ്ക് ചെയ്യാലോ. നീലും നീലം കർഷകരും. നീലം കർഷകർ. ഇനി ആരാണ് രചിച്ചത്? ദീനബന്ധു മിത്രയാണത് രചിച്ചത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ജനങ്ങൾ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്ത ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര്? സുരേന്ദ്രനാഥ ബാനർജി. LDC കോഴിക്കോട് 2013 വന്ന ചോദ്യമാണ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? അത് കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. വർഷം ഓർക്കുക. 1876 എന്ത് ചെയ്തത്? ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. 1876 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർക്കുക. അടുത്ത് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം ഉറുദു കവിയായ മുഹമ്മദ് ഇക്ബാൽ ആണ് എഴുതിയത്. അപ്പൊ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത് ഏതാണ്? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. മുഹമ്മദ് ഇക്ബാലിനെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? പാകിസ്ഥാന്റെ ദേശീയ കവിയാണ് ഈ മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ ദേശീയ കവി ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് ഭാരതം എന്നോ ഹിന്ദുസ്ഥാൻ എന്നോ ആണ് അറിയപ്പെട്ടിരുന്നത്. ഹിന്ദുസ്ഥാൻ അതായത് ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്ന സമയത്താണ് ഈ ഗാനം എഴുതിയിരുന്നത്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം എഴുതിയത് ഇന്ത്യ വിഭജനത്തിന് മുമ്പാണ്. ആരാണ് എഴുതിയത്? മുഹമ്മദ് ഇക്ബാലാണ് എഴുതിയത്. ഏത് ഭാഷ എന്നാണ് ചോദിച്ചത്? ഉറുദു ഭാഷയിലാണ് രചിച്ചത്. ഉറുദു ഭാഷയിലാണ് ഇത് രചിച്ചത്. ഇതിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയുമാണ് പാടി പുകഴ്ത്തിയിരിക്കുന്നത് ഈ ഗാനത്തിൽ. ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെ കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾക്ക് കാരണമായി. ഇനി വിവിധ സാഹിത്യകാരന്മാരും ആരാണ് ഏതൊക്കെ കൃതികളാണ് എഴുതിയത്, ഏത് ഭാഷ എന്നുള്ളതാണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. ഇതിലെ ഗീതാഞ്ജലി പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏതാനും കൃതികളൊക്കെ എല്ലാവർക്കും പരിചിതമാണ്. ഗോരിയും ഗീതാഞ്ജലിയൊക്കെ ചോദിച്ചു കഴിഞ്ഞതാണ്. രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതൊക്കെ ഈ താഴെ പറയുന്നതൊക്കെ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ആരാണ് രചിച്ചത്? പ്രേംചന്ദ് ആണ്. ഹിന്ദിയിലാണ് രചിച്ചത്. അപ്പൊ ഈ കൃതി ഓർക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് ഇടാം. പ്രേമും പ്രേമയും രണ്ടും സഹോദരങ്ങളാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. പ്രേമും പ്രേംചന്ദ് പ്രേമെന്നോ പഠിക്കുക. പ്രേംചന്ദും പ്രേമയും സഹോദരങ്ങളാണ്. അവർക്ക് ദാനം കിട്ടിയ ഭൂമിയിൽ സദനം വച്ചു. സദനം എന്ന് പറഞ്ഞാൽ എന്താ? വീടെന്നല്ലേ അർത്ഥം. അപ്പൊ പ്രേംചന്ദും പ്രേമയും ദാനം കിട്ടിയ ഭൂമിയിൽ സദനം വെച്ചു. സദനം എന്ന് പറയുമ്പോ വീട് വെച്ചു, സദനം വെച്ചു. അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്കുക. പ്രേംചന്ദും പ്രേമയും ദാനം കിട്ടിയ ഭൂമിയിൽ സദനം വെച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുമ്പോ സേവാ സദനം ഒന്ന് ശ്രദ്ധിച്ചേ. സേവാ സദനം പഠിക്കുമ്പോ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും സദൻ ഓർമ്മ വരുന്നുണ്ടോ? ശാരദാ സദൻ ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശാരദാ സദൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ശാരദാ സദൻ സ്ഥാപിച്ചതാര്? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. ശാരദാ സദൻ പണ്ഡിത രമാബായിയും. സേവാ സദൻ എന്ന് പറയുന്നത് ഒരു കൃതിയാണ്. പ്രേംചന്ദ് ആണ്. ഹിന്ദിയിലാണ് ആ കൃതി എഴുതിയിരിക്കുന്നത്. ശാരദാ സദൻ ഒരു സംഘടനയാണ്. അത് പണ്ഡിത രമാബായിയുടെ
സ്ത്രീകളുടെ സംഘടനയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വന്നതാണ് ശാരദാ സദൻ എന്ന് പറയുന്നത്. സേവാ സദൻ എന്ന് പറയുന്നത് പ്രേംചന്ദിന്റെ കൃതിയാണ്. ഹിന്ദിയിലാണ് ആ കൃതി രചിച്ചിട്ടുള്ളത്. ഇനി പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. അപ്പൊ പാട്ടുകളെല്ലാം പാടിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയാണ് പാട്ടുകളെല്ലാം പാടിയത്. കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. കൂടെ ആരുണ്ട്? പാഞ്ചാലി ശബ്ദം. പാഞ്ചാലി പാടുന്ന പഠിച്ചാലും മതി. അപ്പൊ എന്താണ്? സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശബ്ദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. അപ്പൊ സുബ്രഹ്മണ്യ ഭാരതിയെ പറയുമ്പോൾ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതി. സിസ്റ്റർ നിവേദിത ആരാണ്? അത് സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട ശിഷ്യ ആരാണ്? സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഏത് ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്? തമിഴ് ഭാഷയിലാണ്. പാഞ്ചാലി ശബ്ദവും കളിപ്പാട്ടും കണ്ണൻ പാട്ടും കുയിൽപ്പാട്ടും ഒക്കെ രചിച്ചിരിക്കുന്നത് തമിഴ് ലാംഗ്വേജിലാണ്. അടുത്ത് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഇത് ശ്രദ്ധയോട് കൂടി പഠിക്കുക. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുന്നവർ ഈ ചോദ്യം ശ്രദ്ധിച്ച് പഠിക്കുക. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ്. കാര്യം ഈ ഭാഗം, ഈ പാഠഭാഗത്തിന്റെ അവസാനം ഒരു ചോദ്യമായി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് പ്രീവിയസ് ഇയറിലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുന്നവർക്ക് ഇത് പഠിക്കുക. അപ്പൊ എന്താണ് റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? സാധാരണ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയവർ അവരവരുടെ റാങ്ക് ഫയൽ നന്നായി പഠിക്കുക. എല്ലാവരും ശരിയാക്കുന്നത് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ പറ്റുകയുള്ളൂ. അപ്പൊ എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആവട്ടെ, അതൊക്കെ എന്താണ്? കൃത്യമായി ശരിയാക്കിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ പറ്റും. എന്നാൽ അതിനുശേഷം നല്ല റാങ്കിലോട്ട് വരണമെങ്കിലാണ് ഇതുപോലുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്. അപ്പോ നേരെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാവരും ശരിയാക്കുന്നത് ശരിയാക്കാതെ ഇത് പഠിക്കാൻ പോവുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആദ്യം ഔട്ട് ആവും. എല്ലാവരും ശരിയാക്കുന്നത് ശരിയാക്കാതിരുന്ന നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആകും. എല്ലാവരും ശരിയാക്കുന്നത് ശരിയാക്കിയതിനു ശേഷം മാത്രമാണ് ഇതൊക്കെ ചെയ്താൽ എന്താണ് നല്ല റാങ്കിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. ആദ്യമായി പഠിക്കുന്നവരാണ് ഇതിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എല്ലാവരും ശരിയാക്കുന്നത് ആദ്യം ശരിയാക്കി കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുക. നമ്മുടെ മെമ്മറിയിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ? അപ്പൊ പല രീതിയിൽ അത് എന്താണ് അങ്ങനെയൊക്കെ ശ്രമിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക. എന്താണ്? ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജവീദും ആരാണ് എഴുതിയത്? അൽതാഫ് ഹുസൈൻ ഹാലിയാണ് എഴുതിയത്. അൽതാഫ് ഹുസൈൻ ഹാലി. ഹാലിലും ഹുസൈനിലൊക്കെ ഹായ് ഉണ്ട്, ഇതിലും ഹായ് ഉണ്ട്. രണ്ടിലും ഹയാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? സാദിയും ജവീദും കൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഹയാത്ത് സാദിയും ഹയാത്ത് ജവീദും അങ്ങനെയെങ്കിലും പഠിക്കുക. അൽതാഫ് ഹുസൈൻ ഹാലിയാണ് എഴുതിയത്. ഉറുദു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നിബന്ധമാല, ഇതൊക്കെ പല റാങ്ക് ഫയലിൽ കണ്ടിട്ടുണ്ട്. നിബന്ധമാല എന്ന് പറയുന്നത് അത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലോങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലോങ്കർ ആണ് എന്ത്? നിബന്ധമാല എഴുതിയിരിക്കുന്നത് മറാത്തി ഭാഷയിലാണ്. എന്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്റെ ഗുരുനാഥനും ബാപ്പുജിയും അത് വള്ളത്തോൾ നാരായണ മേനോന്റെയാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ? അപ്പൊ എന്റെ ഗുരുനാഥനും ബാപ്പുജിയെ അറിയാം. ഇനി ഇതും കൂടെ പഠിക്കുക. ഇന്ത്യയുടെ കരച്ചിൽ. ഇന്ത്യയുടെ കരച്ചിൽ ആരുടെയാണ്? എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ മൂന്നും എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാളം ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അടുത്തതാ വന്നു, പലതവണ ചോദിച്ച ചോദ്യമാണ്. വരിക വരിക സഹചരെ, അത് ആരാണ് എഴുതിയത്? അംശി നാരായണ പിള്ള എഴുതിയതാണിത്. വരിക വരിക സഹചരെ. എപ്പോഴാണ് ഈ പാട്ട് പാടിക്കൊണ്ട് നടന്നത്? സിവിൽ നിയമലംഘനം, അതായത് ഉപ്പ് സത്യാഗ്രഹ സമയത്ത് പാടിയ പാട്ടാണ് വരിക വരിക സഹചരെ എന്ന് പറയുന്നത്. ആരാണ് എഴുതിയത്? അംശി നാരായണ പിള്ളയാണ് അത് എഴുതിയത്. അംശി നാരായണ പിള്ള രചിച്ച ഗാനമാണിത്. അംശി നാരായണ പിള്ള രചിച്ച ഗാനമാണിത് വരിക വരിക സഹചരെ. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇത്? ഒരുപാട് തവണ POQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് എന്ത് ശ്രദ്ധിച്ച് ഇതൊക്കെ പഠിക്കുക. ഇതൊക്കെ ഇനി എന്താണ് വന്നാൽ തെറ്റിക്കാൻ പാടില്ല. അടുത്ത ദേശീയത കലയിൽ.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ശിശിർ കുമാർ ഘോഷിന്റെ ഒക്കെ കാര്യം പറഞ്ഞു, എന്താണ് ഭാരതമാത എന്ന സങ്കല്പം നാടകത്തിലൂടെ അവതരിപ്പിച്ചു എന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്താ, ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര് എന്നുള്ളത് നമുക്ക് താഴെ പഠിക്കാനുണ്ട്. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. എന്ത് ഛായാചിത്രമാണ് ഈ പറഞ്ഞ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ഈ ജലഛായാചിത്രം വരച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. നോക്കിക്കേ, ഓരോ കൈകളിൽ എന്താണ്, ഇതെന്താണ്, ഭക്ഷണം നൽകുന്നതിനുള്ള സിമ്പലാണ്, ഇത് വസ്ത്രമാണ്, അപ്പൊ എന്താണ്, ഇത് വിജ്ഞാനം, ബുക്കാണ്, ബുക്കിന്റെ പേപ്പറാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്താണ്, ഇത് വിജ്ഞാനമാണ്, ഇത് വസ്ത്രമാണ്, ഇത് ആഹാരമാണ്. അപ്പം ഈ സങ്കല്പം തരുന്ന ഒരു ഭാരതമാതയാണ് ആര് ചിത്രീകരിച്ചത്? അബനീന്ദ്രനാഥ ടാഗോറിന്റെ ജലഛായ ചിത്രമാണ് ഭാരതമാത. ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഇന്ത്യക്കാരിൽ ദേശീയ സ്നേഹം വളർത്തുന്നതിൽ ചിത്രം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതയുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതാരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ചത്? കൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. അടുത്തെന്താണ്? പാശ്ചാത്യ രീതി ഉൾക്കൊണ്ട് മലയാളി ആയ രാജ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യ കൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കുക. എന്താണ്? മോഹിനിയും രുക്മാംഗദനും പെയിന്റിംഗ് വരച്ചതാരാണ്? മോഹിനിയും രുക്മാംഗദനും ചിത്രം വരച്ചതാരാണ്? രാജ രവിവർമ്മ. അതുപോലെ തന്നെ എന്താണ്? കാളിദാസന്റെ ശാകുന്തളത്തിൽ നിന്നുള്ള ഈ രംഗം വരച്ചതും ആരാണ്? രാജ രവിവർമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. ഇനി അടുത്ത് എന്താണ്? ഇന്ത്യയിൽ അനുഭവിച്ചിരുന്ന ദുരാചാരമാണ് ഇത് സതി എന്ന് പറയുന്നത് അല്ലെ. ഈ സതി വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് എന്ത് ചെയ്തത്? സതി എന്ന ചിത്രം, ശ്രദ്ധേയമായ ചിത്രമാണ് സതി എന്ന ചിത്രം. സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അപ്പൊ ഇത്രയും ഇവിടെ എന്താണ്, അത് പഠിക്കുക. ഇനി ഇന്ത്യയിൽ ആയും സ്പർശിക്കുന്ന ഒരു ചിത്രമായിരുന്നു എന്ത്? ഈ സതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ. അപ്പൊ ആരുടെയാണത്? അതും നന്ദലാൽ ബോസിന്റെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത്. അതിപ്പോ എങ്ങനെ ഇരിക്കും അറിയണ്ടേ? ഇതാണ് ആ പിക്ചർ എന്ന് പറയുന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് വരച്ച ചിത്രമാണ് ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത് ഈ ചിത്രമാണ്. 1938 ഹരിപുര. ആരാണ് ആ സമയത്ത് അധ്യക്ഷൻ? ആരാണ് 1938 അധ്യക്ഷൻ? ഹരിപുര സെഷനിൽ അധ്യക്ഷൻ ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1938 ഹരിപുരയിലും അടുത്ത 1939 ത്രിപുരയിലും അധ്യക്ഷത വഹിച്ചത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പം ഹരിപുര സെഷനിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഇത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തു. ഈ ചിത്രത്തിന് പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷെർഗിൽ ചിത്രീകരിച്ചത്. ഇനി അപ്പോ ഗ്രാമീണ ചെണ്ടക്കാരൻ ആര്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം വരച്ചത് അമൃത ഷെർഗിലാണ്. അമൃത ഷെർഗിൽ വരച്ചത് എന്താണ്? ഗ്രാമീണ ജീവിതം. ആ ചിത്രം കാണിച്ചു തരാം. എന്താ കണ്ടോ? ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ. തെറ്റിപ്പോകരുത്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, ഗ്രാമീണ ജീവിതം ആരാണ്? അമൃത ഷെർഗിൽ. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തെന്താണ്? ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണിവ. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ. അപ്പം എന്താണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനം ഏതാണ്? ജനഗണമന അല്ലെ. ആ പാട്ടും എഴുതിയതാരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതും എന്താണ്? ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി.
സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായ ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ആ പതാക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷം ചോദിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ആർക്കും അറിയില്ലായിരുന്നു ആ സമയത്ത്. എന്താണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ചർക്കയുടെ ചിഹ്നത്തോടു കൂടിയ ദേശീയ പതാക മാത്രമേ അറിയാവുന്നുള്ളായിരുന്നു. അത് ഗാന്ധിജിയുടേതാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. എന്താണ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന 8 താമരയും പിന്നെ എന്താണ്, ഒരു അർദ്ധചന്ദ്രനും, 8 താമരയും ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്ന ഒരു പതാക നമുക്ക് ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു. അപ്പോ എന്താണ് സ്വദേശി സമരകാലത്താണ് ഈ ത്രിവർണ പതാക രൂപം നൽകിയത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. അപ്പൊ എന്താണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനും എതിരായ പ്രതിഷേധത്തിന്റെ പ്രതീകമായിരുന്നു ചർക്ക എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് തന്നെ സ്വദേശി ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ ചർക്കയിൽ നൂറ്റാണ് എന്ത് ചെയ്തത്, വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതിന്റെ വിദേശാധിപത്യത്തിന്റെ ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പ്രതീകമാണ് ചർക്ക എന്ന് പറയുന്നത്. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. അപ്പൊ ഈ വർഷം മാത്രമല്ല, ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണം. ജൂലൈ 22, 1947 ജൂലൈ 22 എന്ത് ചെയ്തത്, നമ്മുടെ പതാക അംഗീകരിച്ചത്. ത്രിവർണ പതാക അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22 ത്രിവർണ പതാക അംഗീകരിച്ചത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്ത ദേശീയ മുദ്രയെ കുറിച്ച് നമ്മൾ എന്താണ് ദേശീയ മുദ്ര എവിടെ നിന്ന് സ്വീകരിച്ചതാണ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19ാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു. ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. എങ്ങനെയൊക്കെയാണ് ഇത് സ്വാധീനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദേശീയ പതാക, ദേശീയ മുദ്ര. ഇതെന്താണ്, സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു. ഇനി എന്താണ്, മേഡം കാമിയും ത്രിവർണ പതാകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പലതവണ ചോദിച്ച് PSCക്ക് പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമാണിത്. ഇത് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലും അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അറിയുന്നത് നമ്മൾ എഴുതണം. അത് ഒരു 60% ചോദ്യങ്ങൾ അങ്ങനെ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു 60% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കൃത്യമായി അറ്റൻഡ് ചെയ്ത് നമുക്കറിയാവുന്ന കൂടെയൊക്കെ എഴുതി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിപ്പെടും. അപ്പൊ ആ 60% തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ എന്ന് പറയുന്നത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ് നടന്ന 2ാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഒരു അന്താരാഷ്ട്ര വേദിയിലാണ് ആര് മാഡം കാമ ദേശീയ പതാക ഉയർത്തിയത്. അല്ലാതെ സുരേന്ദ്രനാഥ് ബാനർജി ദേശീയ പതാക ഇന്ത്യയിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആദ്യമായി പതാക ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാലും, അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാലും എല്ലാ ചോദ്യത്തിനും PSCയുടെ ആൻസർ മാഡം കാമ തന്നെയാണ്. അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് പഠിക്കുക. അന്താരാഷ്ട്ര വേദി ആയിരുന്നാലും ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ എല്ലാത്തിന്റെ ആൻസർ PSCയുടെ ആൻസർ എന്ത് തന്നെയാണ്, മാഡം കാമയാണ്. പക്ഷെ സുരേന്ദ്രനാഥ് ബാനർജി ഉയർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
അപ്പൊ എന്താണ്, എവിടെയാണ് ഉയർത്തിയത്? ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ് ആര് ഉയർത്തിയത്? മാഡം കാമ ആദ്യമായി എന്ത് ചെയ്തത്? ത്രിവർണ പതാക ഉയർത്തിയത് 1907. വർഷം ശ്രദ്ധിക്കുക, 1907. അപ്പം സൂററ്റ് പിളർപ്പിനെ നമുക്ക് ഓർക്കാലോ, 1907 INC-യുടെ പിളർപ്പ് വന്നത് ആ സമയത്ത്. അപ്പൊ INC-യുടെ പിളർപ്പ് വന്ന സമയത്ത് എന്താണ്, അവിടെ കാമ എന്ത് ചെയ്തു? ത്രിവർണ പതാക ഉയർത്തി എന്നെങ്കിലും ഓർക്കുക. അപ്പൊ രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? ത്രിവർണ പതാക ഉയർത്തിയത്. ശരി പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിന്റെ പോർഷൻസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ചോദ്യം ഇവിടെ കിടപ്പുണ്ടെന്ന്. അൽതാഫ് ഹുസൈൻ ഹാരി ഇത് എന്താണ്, കൃതികൾ ഏതാന്നുള്ളത് തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സതി വരച്ചത് എന്താണ്, സതി എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതല്ലേ. ആനന്ദമഠം ഏത് വിഭാഗത്തിൽ പെടുന്നു? നോവൽ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞതാണ്. അപ്പൊ ആ സ്ഥിതിക്ക് എന്താണ്, ഇവിടെ അൽതാഫ് ഹുസൈൻ ഹാരി കിടപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ കൃതി കൃത്യമായി പഠിക്കുക. ഉറുദു ഭാഷയിലാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി 2 എണ്ണമാണുള്ളത്. ജാവീദ് ഒന്നുണ്ട്, പിന്നെ എന്താണ് അൽതാഫ് ഹുസൈന്റെ 2 കൃതികൾ അവിടെ നമ്മൾ പോയി കൃത്യമായി തന്നെ പഠിക്കുക. ചിലപ്പോൾ ഇനി അതായിരിക്കും എന്താണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ അൽതാഫ് ഹുസൈന്റെ ഹാരിയുടെ വേണമെങ്കിൽ ചോദ്യം എന്താണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കാര്യം ഈ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ട്. നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.